ഡോക്ടർ, നമ്മൾക്ക് ഒത്തിരി അധികം എൻക്വയറീസ് വരുന്നുണ്ട്, പോസ്റ്റ് നീറ്റൽ ഡേ ആണെങ്കിലും പ്രീ നീറ്റൽ ഡേ ആണെങ്കിലും. ഗർഭിണികൾക്ക് ഏറ്റവും അധികം ഉള്ളൊരു ഡൗട്ടാണ് ഈ ഒരു സമയത്ത് ആയുർവേദ ചികിത്സകൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതെ ഡോക്ടർ, യഥാർത്ഥത്തിൽ ഗർഭിണിയുടെ അവസ്ഥയും ഗർഭകാല മാസവും വിലയിരുത്തി ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം എടുക്കുന്ന ട്രീറ്റ്മെന്റ് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ്. ഗർഭകാലത്ത് ചെയ്യുന്ന ആയുർവേദ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രോഗചികിത്സയല്ല, മറിച്ച് അമ്മയുടെയും കുഞ്ഞിന്റെ ആരോഗ്യം വീണ്ടെടുക്കുക, ഗർഭകാലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുക, അതുപോലെ ഒരു സുഖപ്രസവത്തിനായി ശരീരത്തെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് അഭ്യംഗം തന്നെയാണല്ലേ? അതായത് ഒരു മെഡിക്കേറ്റഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് ശരീരത്തെ മൃദുവായിട്ട് ചെയ്യുന്ന ഒരു മസാജ്. അതെ ഡോക്ടറെ, സാധാരണ ഗർഭകാലം എന്ന് പറയുമ്പം ശരീരത്തിന് വെയിറ്റ് കൂടുകയും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതായത് നടുവേദന, ഇടുപ്പ് വേദന, കാലുവേദന. അപ്പം ഇതിനൊക്കെ ഈ അഭ്യംഗം ചെയ്യുമ്പോൾ പെയിൻ റിലീവ് ആവുകയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യുന്നുണ്ട്. ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്. അത് കാരണം എന്താണ്, ഒരു സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ആൻസൈറ്റി ഉണ്ടാവാറുണ്ട്. അതിന് നമ്മളിങ്ങനെ ശിരോഭ്യംഗം, പാദഭ്യംഗം പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഇഷ്യൂ ആണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ബാഹ്യമായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത് നല്ലതാണ്. അതെ അതെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പോസ്റ്റ് നാറ്റൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് പ്രീനാറ്റൽ എന്നും പറയുന്നത്. ഗർഭകാലത്ത് ആയുർവേദ ചികിത്സകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കലാണ്. അപ്പം സ്വയം ചികിത്സ എടുക്കാണ്ട് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്.